കേരളത്തിലടക്കം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ബോംബ് സ്ഫോടനങ്ങൾ നടത്തി നിഷ്കളങ്ക മനുഷ്യരെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്ന 3 അൽ-ഖ്വയ്ദ തീവ്രവാദികളെ എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കേരള സമൂഹം. കേരളം തീവ്രവാദികളുടെ താവളമായി മാറിയിരിക്കുന്നു എന്ന് സേവ്യർ ഖാൻ വട്ടായിലച്ചൻ ഷെക്കൈന ടെലിവിഷനിലൂടെ 2 ആഴ്ച മുമ്പ് വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെ വിമർശിച്ചവർക്കുള്ള മറുപടി കൂടിയായി NIA ഇന്ന് നടത്തിയ അറസ്റ്റ്. നാളെ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് കാണാൻ കഴിവുള്ളവനെയാണ് നാം പ്രവാചകൻ എന്ന് വിളിക്കുക. കാലഘട്ടത്തിന്റെ ശബ്ദമായ ശക്തനായ ഒരു പ്രവാചകനാണ് വട്ടായിലച്ചനെന്ന് ഒരിക്കൽ കൂടി ഈ സംഭവം വഴി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. The life of the common people in Kerala is under threat. ഇത് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയമാണ്. ഇത് ഞാനും നിങ്ങൾ ഇന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ പ്രിയ സഹോദരങ്ങൾ നമ്മൾ വളരെയധികം വില കൊടുക്കേണ്ടി വരും. നമ്മൾ വളരെയധികം ദുഃഖിക്കേണ്ടി വരും. നമ്മൾ വളർന്നു വന്ന നമ്മൾ കണ്ടു പരിചയിച്ച കേരളമല്ല അടുത്ത തലമുറ കാണാനിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ സ്വഭാവത്തിൽപ്പെട്ട ആളുകൾ കേരളത്തിലേക്ക് വന്ന് ഇവിടുത്തെ ഇന്ന് വരെ അനുവർത്തിച്ചു വന്നിരുന്ന ഒരു സന്തുലിതാവസ്ഥയുണ്ട്. ജനസമൂഹങ്ങൾ തമ്മിൽ സന്തുലിതാവസ്ഥയുണ്ട്. അത് തകിടം മറിയുമ്പോൾ ഇവിടുത്തെ അവസ്ഥകൾ മാറും. കഴിഞ്ഞ 10-20 വർഷക്കാലം, അതായത് 2000-ന് ശേഷം 10-20 വർഷക്കാലമായി നാം ജീവിക്കുന്ന ഈ കേരള സമൂഹം ദ്രുതഗതിയിൽ പരിണാമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ധ്രുവീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസം തീവ്രവാദത്തിന്റെ വളർച്ചയാണ്. എല്ലാ മണ്ഡലങ്ങളിലേക്കും അതിന്റെ സ്വാധീനം വ്യാപിപ്പിക്കുകയാണ്. സമൂഹത്തിൽ ഓരോ മാധ്യമങ്ങളെയും ഓരോ ആളുകളെയും ഓരോരുത്തരെയൊക്കെ ഓരോ പ്രത്യേക താല്പര്യക്കാരും പ്രത്യേക തത്വദീക്ഷയുള്ളവരും പ്രത്യേക സിദ്ധാന്തക്കാരൊക്കെ വാങ്ങി വച്ചിരിക്കുകയാണ്. അവരുടെ ആവശ്യം വരുമ്പോൾ ഇവർ ശബ്ദിക്കും, അല്ലാത്ത എല്ലാ സമയത്തും അവർ മൗനം ഭജിക്കും. ഇവിടെ തീവ്രവാദം അതിശക്തമായ വിധം വേരുപാവുകയാണ്, അതിശക്തമായ വിധം പ്രബലപ്പെടുകയാണ്. ഇന്ന് ഐക്യരാഷ്ട്രസഭ പോലും ഇത് നിരീക്ഷിച്ചു. ഐക്യരാഷ്ട്രസഭ വളരെ പ്രത്യേകമായ വിധം അവർ പറഞ്ഞു, ഇതാ കേരളത്തിലും കർണാടകത്തിലും ഐസിസുകാർ പിടിമുറുക്കുന്നു, തീവ്രവാദം പിടിമുറുക്കുന്നു. ഈ രാജ്യത്ത് ഇത്രമാത്രം തീവ്രവാദവും പ്രത്യേകിച്ച് ഐസിസ് പോലെയുള്ള ഭീകര പ്രവർത്തകരും വന്ന് പിടിമുറുക്കി എന്ന് പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ഗവൺമെന്റ് അത് ഗൗരവമായി എടുക്കുന്നില്ല? ഈ നാട്ടിലുള്ള പൗരന്മാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി ഇതുപോലെ വലിയ തിന്മ ഇവരെ വേരുപാകുമ്പോൾ എന്ത് നടപടികളാണ് ഗവൺമെന്റ് ജനത്തിന്റെ ജീവനും സ്വത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്? അവരെ പ്രീണിപ്പിച്ച് അവർക്ക് സർവ്വവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു അന്തരീക്ഷമല്ലേ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ ചില മുഖ്യധാരാ ദൃശ്യ മാധ്യമങ്ങളടക്കം ചിലർ ഷെക്കൈന ടെലിവിഷനിലൂടെ വട്ടായിലച്ചൻ നടത്തിയ പ്രസംഗത്തെ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന പ്രസംഗമെന്ന് വിശേഷിപ്പിച്ചു. ഇനിയെങ്കിലും ആ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ പച്ചയായ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ അവരുടെ ക്യാമറ കണ്ണുകൾ തെളിയപ്പെടട്ടെ എന്ന് കേരളത്തിലെ പൊതുസമൂഹം ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. കേരളമടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ IS ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ഉയർത്തിക്കാട്ടി കേരളത്തിലെ ഭരണകൂടം ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് KCBCയും കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളും ഹൈന്ദവ സംഘടനകളും അപൂർവം ചില രാഷ്ട്രീയ പാർട്ടികളും കഴിഞ്ഞ ആഴ്ചകളിൽ ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, കേരളത്തിൽ ഭീകരവാദം വളരുന്നു എന്ന കാര്യം അനേക വർഷങ്ങളായി KCBC അടക്കമുള്ള ക്രൈസ്തവ സംഘടനകളും പല ഹൈന്ദവ സംഘടനകളും നിരന്തരം ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. നിരോധിച്ച പല ഭീകര സംഘടനകളും ഇവിടെ പേര് മാറ്റി പുതിയ പേരുകളിൽ പ്രവർത്തിക്കുന്നു എന്നതും പല അന്വേഷണ ഏജൻസികളും പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. അതിനു പുറമെ ശ്രീലങ്കയിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തിയവരെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവരുടെ ലക്ഷ്യങ്ങളിൽ കേരളത്തിലെ പല പ്രശസ്ത തീർത്ഥാടന കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു എന്നും ഭാവിയിൽ അവർ ബോംബ് സ്ഫോടനങ്ങൾ കേരളത്തിലും നടത്താൻ പദ്ധതി ഇട്ടിരുന്നു എന്നും തെളിഞ്ഞതുമാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളോട് കുറെ വർഷങ്ങളായി കേരളം ഭരിച്ച ഗവൺമെന്റുകൾ തീർത്തും നിസ്സംഗതയോടെയാണ് പ്രതികരിച്ചത് എന്നതാണ് വാസ്തവം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേരളം നേരിടാൻ പോകുന്ന വലിയ വിപത്തിനെ കുറിച്ച് കേരള സഭയിലെ പലരും ഷെക്കൈന ടെലിവിഷനും ദീപികയും അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യങ്ങളാണെന്ന് സ്ഥിരീകരിക്കുക കൂടിയാണ് ഇന്ന് എറണാകുളത്ത് നടന്ന 3 അൽ-ഖ്വയ്ദ ഭീകര പ്രവർത്തകരുടെ അറസ്റ്റ്.
Oh